നമസ്കാരം. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ ദാരിദ്ര്യം അകറ്റാനും ഐശ്വര്യം വരാനും ചില പ്രധാന കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. കഠിനാധ്വാനം മാത്രം പോരാ, ധനം നിലനിർത്താൻ ചില ചിട്ടകൾ കൂടി വേണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ലക്ഷ്യബോധം. ചാണക്യൻ പറയുന്നത്, ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ 3 ചോദ്യങ്ങൾ ചോദിക്കണം. 1. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? 2. ഇതിൻ്റെ ഫലം എന്തായിരിക്കും? 3. എനിക്കിതിൽ വിജയിക്കാൻ സാധിക്കുമോ? വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാത്തവരിൽ നിന്ന് ലക്ഷ്മി ദേവി അകന്നു നിൽക്കും. ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സംസാരത്തിലെ മിതത്വം. സമ്പത്ത് വരാൻ പണം മാത്രം പോരാ, നല്ല സ്വഭാവം കൂടി വേണം. കടുപ്പമേറിയ വാക്കുകൾ പറയുന്നവരുടെ അടുത്ത് സമ്പത്ത് അധികകാലം നിലനിൽക്കില്ല. മറ്റുള്ളവരോട് മര്യാദയോടും സ്നേഹത്തോടും കൂടി സംസാരിക്കുന്നവർക്കും സമൂഹത്തിൽ ബഹുമാനവും അതോടൊപ്പം പുതിയ അവസരങ്ങളും ലഭിക്കുന്നു. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. ചാണക്യൻ്റെ ഒരു വലിയ പ്രശസ്തമായ വചനമുണ്ട്: സമ്പാദ്യമാണ് ഏറ്റവും വലിയ സുഹൃത്ത്. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കുന്നവൻ പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്ക് വീഴും. പണം ചെലവഴിക്കുമ്പോൾ അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ പണം മാത്രമേ ഉണ്ടാകൂ എന്ന് ഓർക്കുക. അറിവ് സമ്പാദിക്കുക. പണം മോഷ്ടിക്കപ്പെട്ടേക്കാം, എന്നാൽ അറിവ് ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല. കൂടുതൽ അറിവുള്ളവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള വഴികൾ തെളിയും. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നിർത്തരുത്. ബുദ്ധിയുള്ളവൻ്റെ അടുക്കൽ ഐശ്വര്യം താനെ വന്നു ചേരും. വൃത്തിയും അച്ചടക്കവും. ചാണക്യനീതി പ്രകാരം അലസന്മാരുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല. സൂര്യോദയത്തിന് മുമ്പ് ഉണരുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കുന്നവരിൽ നിന്നും ദന്തശുദ്ധി ഇല്ലാത്തവരിൽ നിന്നും ലക്ഷ്മി ദേവി അകന്നു പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ ഭാവി പ്ലാനുകളെക്കുറിച്ചോ എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ അത് രഹസ്യമായി വെക്കുക. മറ്റുള്ളവരുടെ അസൂയ നിങ്ങളുടെ പുരോഗതിയെ ബാധിച്ചേക്കാം. ദാനം ചെയ്യുക. പണം വരാൻ മാത്രമല്ല, അത് നിലനിൽക്കാനും ദാനം അത്യാവശ്യമാണ്. കുളത്തിലെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് നശിച്ചു പോകും. അത് ഒഴുകിപ്പോകുമ്പോഴാണ് പുതിയ വെള്ളം വരുന്നത്. അതുപോലെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പാവപ്പെട്ടവർക്കായി നീക്കിവെക്കുക. ഇത് നിങ്ങളുടെ പുണ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കും. ചാണക്യൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കേവലം ഉപദേശങ്ങളല്ല, മറിച്ച് പ്രായോഗികമായ ജീവിത സത്യങ്ങളാണ്. കഠിനാധ്വാനവും അച്ചടക്കവും മിതവ്യയവും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതനാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.